അവസാനിക്കാത്ത റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 3 ആണ്ട്. ഇരുഭാഗത്തുമായി സൈനികരും സാധാരണക്കാരുമായി 4 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഫെബ്രുവരി 24 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. യുക്രൈൻ റഷ്യൻ സൈനിക ശക്തിയുമായി താരതമ്യം പോലുമില്ലാത്ത രാജ്യം. 3-4 ദിവസത്തിൽ വീഴുമെന്നായിരുന്നു പൊതുവിലയിരുത്തൽ. ഒടുവിൽ കിലോമീറ്ററുകൾ നീളുന്ന റഷ്യൻ ടാങ്കർ വ്യൂഹം യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് നീങ്ങുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ യുക്രൈൻ വീഴുമെന്ന് വരെ വാർത്തകൾ വന്നു. ഇപ്പോൾ വർഷം 3 ആകുന്നു. യൂറോപ്യൻ യൂണിയന്റെ സൈനിക സഹായത്തോടെ കീഴടങ്ങാൻ തയ്യാറാവാതെ യുക്രൈൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും നയിക്കുന്ന യുദ്ധം. നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതിനെതിരായ റഷ്യൻ നീക്കം എന്ന വിശദീകരണത്തിൽ തുടങ്ങിയ യുദ്ധമാണിത്. റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുകയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്ളാഡിമിർ പുടിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ പലതും നിഷ്ഫലമായി. യുദ്ധം അവസാനിപ്പിക്കാനായി ഏറ്റവും ഒടുവിൽ ഇടപെടൽ നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ബൈഡന്റെ അമേരിക്ക യുക്രൈനൊപ്പമായിരുന്നുവെങ്കിൽ ട്രംപിന്റെ നീക്കം പുടിനൊപ്പം ചേർന്നാണോ എന്ന സംശയവും ശക്തമാണ്. സെലൻസ്കിയെ ഏകാധിപതി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. We haven't had elections in Ukraine. Well, we have martial law, essentially martial law in Ukraine, where the leader in Ukraine, I mean, I hate to say it, but he's down at 4% approval rating. Wouldn't the people of Ukraine have to say, like, you know, it's been a long time since we've had an election? That's not a Russia thing. That's something coming from me and coming from many other countries also. ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുമ്പോഴും 3-ാം വാർഷിക ദിനത്തിൽ യുക്രൈനുമേൽ റഷ്യ ഏറ്റവും കനത്ത വ്യോമാക്രമണം നടത്തുന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.